ഹായ് ആൾ നമസ്കാരം എല്ലാവർക്കും മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് സൊസൈറ്റിയെ കുറിച്ചിട്ടാണ്. നമുക്ക് നമ്മുടെ സിലബസിൽ കീ സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു പോർഷൻ പഠിക്കാനുണ്ട്. അതിൽ സൊസൈറ്റിയെ കുറിച്ചിട്ട് സൊസൈറ്റി, അതുപോലെ കൾച്ചർ, സോഷ്യൽ സ്ട്രക്ചർ, ഇതുപോലുള്ള ചില കോൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പോൾ നമ്മുടെ സോഷ്യോളജി പഠിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഇത്തരം സോഷ്യോളജിക്കൽ കോൺസെപ്റ്റുകളെ കുറിച്ച് പഠിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് തന്നെ എന്താണ്? സയൻസ് ഓഫ് സൊസൈറ്റി അല്ലെ. നമ്മുടെ സമൂഹത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് സോഷ്യോളജി എന്നാണ് നമ്മൾ സോഷ്യോളജിയെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ്, നമ്മൾ സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ സൊസൈറ്റിക്ക് ഉൾപ്പെടുന്ന സോഷ്യൽ സ്ട്രക്ചർ, കൾച്ചർ, സോ ഇതെല്ലാം എന്താണ് സോഷ്യോളജിയുടെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആയിട്ട് മാറുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യുന്നത് സൊസൈറ്റിയെ കുറിച്ചിട്ടാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഏതൊരു വ്യക്തിയും ജനിക്കുന്നത് ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ്, ഫാമിലി എന്ന് പറയുന്ന ബേസിക് സോഷ്യൽ ഗ്രൂപ്പിന്റെ ഭാഗമായി പോകുന്നതാണ് ഏതൊരു വ്യക്തിയും ജനിക്കുന്നത്. അതുപോലെ തന്നെ അവൻ അതിലൂടെ എന്താണ് ഒരു സൊസൈറ്റിയുടെ അവൻ എക്സിസ്റ്റഡ് ആയി നിൽക്കുന്ന അവന്റെ ചുറ്റുപാട് അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെന്റിനെ ചുറ്റിപ്പറ്റിയുള്ള ആ ഒരു ഫ്രെയിംവർക്കിൽ ഉൾപ്പെടുന്ന ബേസിക് ഫ്രെയിംവർക്കിനകത്ത് ഉൾപ്പെടുന്ന ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ടാണ് ഏതൊരു വ്യക്തിയും ജനിക്കുന്നത് അല്ലെ. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വളരെയധികം, അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ഒരു പഠനം വളരെയധികം പ്രധാനമർഹിക്കുന്നതാണ്. അപ്പൊ സൊസൈറ്റി is the basic framework within which individuals interact, live and coexist. പരസ്പരം സഹവർത്തിത്വത്തോടുകൂടി പരസ്പരം എന്താണ് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് കഴിയുന്ന ആൾക്കാരുടെ ആ ഒരു ബേസിക് ഫ്രെയിംവർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സമൂഹം എന്ന് പറയുന്നത്. And it represents a dynamic organization of purposive individuals existing to facilitate interaction and ensure the protection of its members. അല്ലെ, പരസ്പരം പ്രൊട്ടക്ഷനും സംരക്ഷണവും സുരക്ഷിതത്വവും ഒക്കെ ഉറപ്പുവരുത്തുന്ന ആൾക്കാർ ചേർന്നുകൊണ്ടുള്ള ഒരു ഡൈനാമിക് ഓർഗനൈസേഷൻ ആണ്, ഒരു ചലനാത്മകമായിട്ടുള്ള ഒരു സംഘടനയാണ് സമൂഹം എന്ന് നമുക്ക് പറയാം. ആൻഡ് സൊസൈറ്റിയെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് മാക്കേവറുടെ ഡെഫിനിഷൻ തന്നെയാണ്. അപ്പൊ മാക്കേവർ പറയുന്ന സൊസൈറ്റി എന്ന് പറയുന്നത് വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്, സാമൂഹിക ബന്ധങ്ങളുടെ ഒരു വലയമാണ് സമൂഹം, അല്ലെങ്കിൽ സമൂഹത്തിൽ എന്താണ് സാമൂഹിക ബന്ധങ്ങളുടെ ഒരു വലയം നമുക്ക് കാണാൻ കഴിയും. വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് എന്നാണ് മാക്കേവർ സമൂഹത്തെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മാക്കേവറുടെ ഈ ഒരു ഡെഫിനിഷൻ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഈ ഒരു ഡെഫിനിഷൻ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ അത് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡെഫിനിഷൻസ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയെ കുറിച്ച് നിരവധി സോഷ്യോളജിസ്റ്റുകളും ആന്ത്രോപോളജിസ്റ്റുകളും ഒക്കെ പലതരത്തിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ മാക്കേവർ ആൻഡ് പേജിന്റെ ഡെഫിനിഷൻ ആണ്. മാക്കേവർ ആൻഡ് പേജ് പറയുന്നത് സൊസൈറ്റി is a system of usages and procedures, authority and mutual aid of many grouping and divisions of control of human behavior and of liberties. സൊസൈറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് യൂസേജസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എന്നാണ് മാക്കേവർ ആൻഡ് പേജ് പറയുന്നത്. അതായത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് വ്യക്തികൾ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരുപാട് യൂസേജസ്, സിസ്റ്റം ഓഫ് യൂസേജസ്, പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. എന്തൊക്കെയാണ് ആ സിസ്റ്റം ഓഫ് യൂസേജസ്, പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്? അവരുടെ പെരുമാറ്റം, അവരുടെ അതുപോലെ തന്നെ എന്താണ് അവരുടെ ബിഹേവിയർ, ഹ്യൂമൻ ബിഹേവിയർ, അതിൽ ചിലപ്പോൾ എന്താണ് ഒരു നിയന്ത്രണത്തോട് കൂടിയിട്ടുള്ള അവരുടെ പെരുമാറ്റങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ലിബർട്ടീസ് ഉണ്ടാകാം, വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടാകാം. അങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് ഗ്രൂപ്പിംഗ് ആയിട്ട് ആൾക്കാർ പെരുമാറും. ഗ്രൂപ്പുകൾ പല പല സൊസൈറ്റിയിൽ തന്നെ പല പല ഗ്രൂപ്പുകളായിട്ട് മാറിയിട്ട് ആൾക്കാർ ഇന്ററാക്ട് ചെയ്തുകൊണ്ട് നിയന്ത്രണത്തോടു കൂടിയും സ്വാതന്ത്ര്യത്തോടു കൂടിയൊക്കെ എന്താണ് പരസ്പരം പെരുമാറുകയൊക്കെ ചെയ്യും. സോ ഇതൊക്കെ എന്താണ് സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ചില പ്രൊസീജിയേഴ്സ് ആണ്, യൂസേജസ് ആണ്. സോ ഇത്തരം പ്രൊസീജിയേഴ്സ് ആൻഡ് യൂസേജസിന്റെ ഒരു സിസ്റ്റമാണ്, സമ്പ്രദായമാണ് സമൂഹം എന്നാണ് മാക്കേവർ ആൻഡ് പേജ് സൊസൈറ്റിയെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ ഗിൻസ്ബർഗിന്റെ അഭിപ്രായത്തിൽ സൊസൈറ്റി ഈസ് എ കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ. എന്താണ് ഗിൻസ്ബർഗ് പറയുന്നത്? സമൂഹം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് യുണൈറ്റഡ് ബൈ സർട്ടൻ റിലേഷൻസ് ഓഫ് മോഡ്സ് ഓഫ് ബിഹേവിയർ വിച്ച് മാർക്ക് ദം ഓഫ് from others who do not enter into these relations. അപ്പോൾ സമൂഹത്തിൽ നമുക്ക് ആൾക്കാരുടെ പരസ്പരമുള്ള ഇന്ററാക്ഷൻസ്, അവരുടെ റിലേഷൻഷിപ്പ്, അവരുടെ പരസ്പരമുള്ള പെരുമാറ്റം, ഇതൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും അല്ലെ. ഇപ്പൊ നമ്മളൊരു സമൂഹത്തിന്റെ ഭാഗമായിക്കൊണ്ട് ഇപ്പൊ ഞാനൊരു സമൂഹത്തിന്റെ ഭാഗമാണ്, നിങ്ങളൊരു സമൂഹത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ആ സമൂഹത്തിന്റെ ഭാഗമെന്ന നിലയ്ക്ക് നിങ്ങൾ അവിടെ മിണ്ടാതെ നിൽക്കുന്നില്ല. നിങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചുറ്റുപാടുള്ള ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. ബേസിക്കലി നിങ്ങൾ ഭാഗമാകുന്ന സോഷ്യൽ ഗ്രൂപ്പ്, ഫാമിലി എന്ന് പറയുന്ന ബേസിക് സോഷ്യൽ ഗ്രൂപ്പ് നിങ്ങളെ ഇടപഴകുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഫാമിലി എന്ന് പറയുന്ന സോഷ്യൽ ഗ്രൂപ്പ് ഭാഗമാകുന്ന സൊസൈറ്റിയിൽ നിങ്ങൾ ഇടപഴകുന്നുണ്ട് അല്ലെ. അപ്പോൾ നിങ്ങൾ എന്താ അവർക്ക്
പരസ്പരം എന്ത് ചെയ്യണം, ഇന്ററാക്ട് ചെയ്യണം, മ്യൂച്വൽ റിലേഷൻഷിപ്സ് ഒക്കെ അവിടെ ആവശ്യമാണ്. എന്നാൽ മാത്രമേ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ നിലനിൽപ്പുള്ളൂ അല്ലെ. സോ അപ്പൊ ഏതൊരു വ്യക്തിയും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആ സമൂഹത്തിൽ നമുക്ക് അവിടെ എന്താണ്, അവിടെ ഒരു ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ വ്യക്തികളുടെ പെരുമാറ്റം, മോഡ്സ് ഓഫ് ബിഹേവിയർ ഒക്കെ അവിടെ പ്രാധാന്യം വഹിക്കുന്നു. അപ്പോൾ ഗിൻസ്ബർഗ് പറയുന്നത് അത് തന്നെയാണ്. സൊസൈറ്റി എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് യുണൈറ്റഡ് ബൈ സർട്ടൻ റിലേഷൻസ് ഓഫ് മോഡ്സ് ഓഫ് ബിഹേവിയർ. അതായത് ചില ബിഹേവിയർ അല്ലെങ്കിൽ സർട്ടൻ റിലേഷൻഷിപ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആൾക്കാർ ഒത്തുകൂടുന്നു അല്ലെ, ആൾക്കാരുടെ ഒരു കളക്ഷൻ അവിടെ ഉണ്ടാകുന്നു. ഇതിനെയാണ് നമ്മൾ സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹം എന്ന് പറയുന്നത്. സമൂഹം എന്ന് പറയുന്ന ആൾക്കാരുടെ ഒരു കളക്ഷൻ ആണ്. അത് എങ്ങനെയാണ് അവരുടെ കളക്ഷൻ, അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെയാണ് അവരെ കൂട്ടം ചെയ്യുന്നത്, ചിലപ്പോൾ സർട്ടൻ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചില പെരുമാറ്റ രീതികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ആൾക്കാർ ഒന്നും ചെയ്യുന്നുണ്ട്. ഈ ആൾക്കാരുടെ ഒരു കളക്ഷൻ ആണ് സമൂഹം എന്നാണ് ഗിൻസ്ബർഗ് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഇപ്പൊ നിങ്ങൾ ഭാഗമാകുന്ന ഒരു സമൂഹം, നിങ്ങളെ പരസ്പരം ഇന്ററാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പെരുമാറ്റ രീതികൾ, നിങ്ങളുടെ സംസ്കാരങ്ങളൊക്കെ ഒന്നാണ്. നിങ്ങളുടെ ഒരു സമൂഹത്തിലേക്ക് നിങ്ങളുടെ കൾച്ചറോ അല്ലെങ്കിൽ നിങ്ങളുടെ മോഡ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ റിലേഷൻസ് അതിലൊന്നും ഒത്തുചേരാത്തതുമാണ് നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിന്റെ ഭാഗമായിട്ട് അക്സെപ്റ്റ് ചെയ്യുക അല്ലെ. ഇപ്പോ നമ്മുടെ എന്താണ്, നമ്മുടെ ട്രൈബൽ വിഭാഗക്കാരിൽ നിന്ന് വേർതിരിക്കുന്നതും അങ്ങനെയാണ്. അവരുടെ സംസ്കാരം വേറെയാണ്, നമ്മുടെ സംസ്കാരം വേറെയാണ്, നമ്മുടെ ചിന്താഗതികൾ വേറെയാണ്, അവരുടെ ചിന്താഗതികൾ വേറെയാണ്. ഒന്നും മോശപ്പെടുത്തി പറയുന്നതല്ല, രണ്ടും രണ്ടു തരത്തിൽ എന്താണ് പോസിറ്റീവ് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട്. അതിവിടെ നിൽക്കട്ടെ. എന്നിരുന്നാലും നമ്മൾ അവരെ ആ ഒരു സമൂഹത്തെ നമ്മൾ വേർതിരിച്ച് നിർത്തുന്നത് അത്തരം ആ ഒരു പാറ്റേൺസ് ഓഫ് ഡിഫറൻസസ് ഉണ്ട് അല്ലെ. അവരുടെ സംസ്കാരത്തിലും അവരുടെ റിലേഷൻസിലും അതുപോലെ മോഡ്സ് ഓഫ് ബിഹേവിയറിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. സോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ അവരെ വേർതിരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടേതായിട്ടുള്ള ഒരു സമൂഹം എന്ന് പറയുമ്പോൾ നമ്മുടേതായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിന്റെ ഒരു പെർട്ടിക്കുലർ കൾച്ചർ, പെർട്ടിക്കുലർ മോഡ് ഓഫ് ബിഹേവിയർ, റിലേഷൻസ് ഒക്കെ ഇട്ട് അതിൽ ആ ഒരു റിലേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കൂടി നിൽക്കുന്ന ഒരു ആൾക്കാരുടെ ഒരു കളക്ഷൻ ആണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നതാണ് ഗിൻസ്ബർഗ് പറയുന്നത്. Okay, society is a collection of individuals united by certain relations or modes of behavior which marks them off from others who do not enter into these relations. Okay, but കുലയുടെ അഭിപ്രായത്തിൽ, ചാൾസ് ഹോട്ടൻ കുലയുടെ അഭിപ്രായത്തിൽ സൊസൈറ്റി എന്ന് പറയുന്നത് എ കോംപ്ലക്സ് ഓഫ് ഫോംസ് ഓഫ് പ്രോസസ്സസ് ഈച്ച് ഓഫ് വിച്ച് ഈസ് ലിവിംഗ് ആൻഡ് ഗ്രോയിങ് ബൈ ഇന്ററാക്ഷൻ വിത്ത് അതേഴ്സ്. അതായത് കുലയെ അഭിപ്രായപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി, സമൂഹം എന്ന് പറയുന്നത് ഒരു സങ്കീർണമായിട്ടുള്ള ഒന്നാണ്, സങ്കീർണമായിട്ടുള്ള ഒരു ഫോം അല്ലെങ്കിൽ ഒരു പ്രോസസ് ആണ്. അവിടെ എന്താണ്, അവിടെ വ്യക്തികൾ പരസ്പരം ഇന്ററാക്ട് ചെയ്തുകൊണ്ട് അതിൽ കഴിയുന്നുണ്ട്, പരസ്പരം വ്യക്തികൾ ഇന്ററാക്ട് ചെയ്തുകൊണ്ട് കഴിയുന്ന ആ ഒരു ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു വ്യക്തികളുടെ അല്ലെങ്കിൽ കൂട്ടം ഉൾപ്പെടുന്ന ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒരു ഫോം അല്ലെങ്കിൽ പ്രോസസ്സസ് ആണ് സൊസൈറ്റി എന്നാണ് കുലെ സൊസൈറ്റി ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ പേഴ്സന്റെ അഭിപ്രായത്തിൽ സൊസൈറ്റി മേ ബി ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ കോംപ്ലക്സ് ഓഫ് ഹ്യൂമൻ റിലേഷൻസ് ഇൻ സോ ഫാർ ആസ് ദേ ഗ്രോ ഔട്ട് ഓഫ് ആക്ഷൻസ് ഇൻ ടേംസ് ഓഫ് മീൻസ് ആൻഡ് റിലേഷൻഷിപ്പ്. അപ്പൊ പേഴ്സന്റെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത്, സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്, മനുഷ്യബന്ധങ്ങളുടെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സമുച്ചയത്തെ നമുക്ക് സമൂഹമായിട്ട് കൺസിഡർ ചെയ്യാം എന്നാണ് പേഴ്സൺ അഭിപ്രായപ്പെടുന്നത്. ഇങ്ങനെ നിരവധി സോഷ്യോളജിസ്റ്റുകൾ നിരവധി തരത്തിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള തരത്തിലാണ് സൊസൈറ്റി ഡിഫൈൻ ചെയ്ത് വയ്ക്കുന്നത്. ചില പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് ആണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അല്ല മാക്കേബറിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. അത് പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും സെറ്റിനും നെറ്റിനും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പ്രീവിയസ് നോക്കുന്ന സമയത്തൊക്കെ അത് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫീച്ചേഴ്സ് ഓഫ് സൊസൈറ്റി, സമൂഹത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ സിസ്റ്റം ഓഫ് ഇന്റർ റിലേഷൻസ്. എന്താണ് സിസ്റ്റം ഓഫ് ഇന്റർ റിലേഷൻ എന്നുള്ളത്? അതായത് സമൂഹത്തിന് അതിന്റെ പ്രവർത്തനവും ഘടനയും നിർവചിക്കുന്ന വ്യതിരിക്തമായിട്ടുള്ള സവിശേഷതകളുണ്ട്. അതിൽ ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് എന്താണ്, സിസ്റ്റം ഓഫ് ഇന്റർ റിലേഷൻസ് എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായിട്ട് വ്യക്തികൾ എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, പരസ്പരം അവരെന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അവർ ഇന്റർ റിലേഷനിൽ അല്ലെങ്കിൽ പരസ്പര ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് നമുക്ക് പറയാം. സോ സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സവിശേഷത എന്ന് പറയുന്നത് ഈ ഇന്റർ റിലേഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇടപെടലുകളുടെ ഒരു വെബ് അല്ലെങ്കിൽ ഒരു വലയം നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഇവിടെ വ്യക്തികൾ പരസ്പരം ബന്ധിപ്പിക്കുകയും ബന്ധങ്ങളുടെ ഒരു ശൃംഖലകൾ രൂപപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത്. നെക്സ്റ്റ് രണ്ടാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കോഷ്യൽ റിലേഷൻഷിപ്സ്. എന്താണ് കോഷ്യൽ റിലേഷൻഷിപ്സ്? അതായത് കാര്യകാരണമായ ചില ബന്ധങ്ങൾ സമൂഹത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ആയി വരുന്നു എന്നുള്ളതാണ്. നമ്മൾ പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പല റിലേഷൻഷിപ്പ് അവിടെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, ഏറ്റവും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള ലെവലിൽ നമുക്ക് പല പല റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ എത്തുന്നു അല്ലെ, പല പല സ്നേഹ ബന്ധങ്ങളിലേക്ക് നമ്മൾ എത്തപ്പെടുന്നുണ്ട്. സോ അതിനെ നമ്മൾ
നമ്മുടെ ആ സൊസൈറ്റിയുടെ ഒരു സവിശേഷതയായിട്ട് തന്നെ നമുക്ക് ഈ കൗശൽ റിലേഷൻഷിപ്സ് നമുക്ക് പറയാനായിട്ട് കഴിയും. അതുപോലെ മൂന്നാമതായിട്ട് പറയുന്ന സവിശേഷത ഇന്റർ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ സമൂഹത്തിൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകളുമായിട്ട് ലിങ്ക്ഡ് ആണ്. എന്താണ്, പരസ്പരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഇന്റർ കമ്മ്യൂണിക്കേഷൻ. ഒരാള് മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അവർ വേറൊരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഒരാൾ പലരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി, അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർക്ക് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട്, അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് പലരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, പലരുമായിട്ട് ഇടപഴകേണ്ടതായിട്ടൊക്കെ വരും. അപ്പൊ ഇന്റർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഭാഗമാണ്. അതുപോലെ ഷെയർഡ് നോംസ് ആൻഡ് വാല്യൂസ്. എന്താണ്, നമുക്ക് ഷെയർ ചെയ്യപ്പെട്ട, അതായത് പങ്കിട്ട ചില മാനദണ്ഡങ്ങളും മൂല്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഏതൊരു സമൂഹത്തിനും ആ സമൂഹത്തിൻ്റെതായിട്ടുള്ള ചില സംസ്കാരങ്ങളുണ്ട്. ആ സംസ്കാരത്തിൽ എന്താണ്, അവരുടേതായിട്ടുള്ള ആ സംസ്കാരത്തിൻ്റെതായിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ, നോംസ്, മൂല്യങ്ങൾ, വാല്യൂസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇതെല്ലാം എന്താണ്, ആ സമൂഹത്തിൽ എന്ത് ചെയ്യപ്പെടും, ഷെയർ ചെയ്യപ്പെടും. വ്യക്തികളിൽ നിന്ന് മറ്റൊരു വ്യക്തികളിലേക്ക്, അതുപോലെ തന്നെ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യപ്പെടാം, ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ അത് നമുക്ക് എന്താ സൊസൈറ്റിയുടെ സവിശേഷതയായിട്ട് പറയാം. അതുപോലെ തന്നെ ഡൈനാമിക് ആൻഡ് ഇവോൾവിംഗ് നാച്ചർ. സമൂഹം എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ചലനാത്മകമാണ്. അത് വികസിക്കുന്ന അല്ലെങ്കിൽ വികസന സ്വഭാവമുള്ളതാണ് എന്ന് നമുക്ക് പറയാം, അല്ലെ. ഇറ്റ്സ് ഇവോൾവിംഗ് നാച്ചർ എന്ന്. അതായത് ഒരിക്കലും സമൂഹം ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നില്ല, അല്ലെ. എന്താ, സമൂഹം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുവാണ് എന്നുള്ളത്. സമൂഹം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് ബാഹ്യമായിട്ടുള്ള സ്വാധീനങ്ങൾ, ബാഹ്യമായിട്ടുള്ളതും ആന്തരികമായിട്ടുള്ള സ്വാധീനങ്ങളും കാരണം സമൂഹം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ കേരള സൊസൈറ്റി, ട്രഡീഷണൽ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ സമൂഹത്തിന് മുന്നേ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ എന്താണ്, സ്ത്രീകളൊന്നും പുറത്തിറങ്ങാൻ പാടില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയുവാണ്. ഇപ്പൊ രാത്രി അല്ലെങ്കിൽ സന്ധ്യ ആയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്താ, സ്ത്രീകളൊന്നും പുറത്തിറങ്ങാൻ പാടില്ല, അവർ ജോലിക്ക് പോകാൻ പാടില്ല, അവർ സ്ത്രീകളെ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങിക്കൂടെ. ഇങ്ങനത്തെ ചില കാഴ്ചപ്പാടുകൾ, ചില വിശ്വാസങ്ങൾ, ചില നോംസുകൾ അല്ലെങ്കിൽ ചില മാനദണ്ഡങ്ങളൊക്കെ, എഴുതപ്പെടാത്ത ചില റൂൾസുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ നമ്മളത് ഫോളോ ചെയ്യുന്നുണ്ടോ? നമ്മൾ അതേ സമൂഹത്തിലാണ് നമ്മളിപ്പോ നിലനിൽക്കുന്നത്. പക്ഷെ നമ്മുടെ ഒരു തലമുറയ്ക്ക് മുന്നേ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, വിശ്വാസങ്ങൾ, നോംസ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു നോംസ് ഒക്കെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെ. അപ്പൊ അതാണ് പറയുന്നത്, സമൂഹം എന്ന് പറയുന്നത് പക്ഷെ ഡൈനാമിക് ആയിട്ടുള്ള, ഡൈനാമിക് നാച്ചർ ഉള്ളതാണ്. എന്താണ്, ബാഹ്യമായിട്ടുള്ളത്, ആന്തരികമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് കാരണം സമൂഹങ്ങളിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് സൊസൈറ്റിയെ കുറിച്ചിട്ടാണ്. അപ്പൊ സൊസൈറ്റി പല ടൈപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, അതായത് ആന്ത്രോപോളജിസ്റ്റുകൾ, സോഷ്യോളജിസ്റ്റുകളൊക്കെ പല രീതിക്ക് സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ലൈക്ക് മോർഗന്റെ അഭിപ്രായത്തില് മോർഗൻ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന സൊസൈറ്റിയെ പ്രധാനമായും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സേവേജ്, ബാർബേറിയൻ, സിവിലൈസ്ഡ്. അതായത് കാട്ടാളത്വത്തിൽ നിന്ന് സേവേജ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്ന് ബാർബേറിയൻ ആയിട്ടുള്ള ഒരു സമൂഹം, അതിൽ നിന്ന് കുറച്ചുകൂടി സിവിലൈസ്ഡ് ആയിട്ടുള്ള സമൂഹം, ഇങ്ങനെയാണ് സമൂഹം ഡെവലപ്പായി വന്നതെന്നാണ് മോർഗൻ അഭിപ്രായപ്പെടുന്നത്. അതുപോലെ കോംടെ സൊസൈറ്റിയെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് മിലിറ്ററി സൊസൈറ്റി എന്നും, അതുപോലെ തന്നെ ലീഗൽ സൊസൈറ്റി എന്നും, ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, ഇങ്ങനെ മൂന്ന് തരത്തിൽ കോംടെയും സമൂഹത്തെ ക്ലാസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. ആൻഡ് പ്രധാനപ്പെട്ട മറ്റൊരു സോഷ്യോളജിസ്റ്റ് ആണ് ഹെർബർട്ട് സ്പെൻസർ. ഹെർബർട്ട് സ്പെൻസറിന്റെ അഭിപ്രായത്തിൽ സൊസൈറ്റിക്ക് രണ്ട് ടൈപ്പുകളാണുള്ളത്. അതായത് ഒരു ടൈപ്പ് ഒന്നെന്ന് പറയുന്നത് എന്താണ്, മിലിറ്റന്റ് സൊസൈറ്റി എന്നും, രണ്ടാമത്തെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അങ്ങനെ സൊസൈറ്റി ഇങ്ങനെ രണ്ട് തരത്തിലാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എനിവേ പല സോഷ്യോളജിസ്റ്റുകളുടെയും ആന്ത്രോപോളജിസ്റ്റുകളുടെയും കോൺട്രിബ്യൂഷൻസിനെയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് സൊസൈറ്റിയുടെ സബ്സ്റ്റൻസ്, മെത്തേഡ്സ്, ഓർഗനൈസേഷൻ, എക്കണോമിക് സിസ്റ്റം ഇതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സൊസൈറ്റിയെ പ്രധാനമായും രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്നും, സെക്കൻഡ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്നിങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ അകത്തുമാണ് നമ്മൾ ബാക്കി പല ഹെഡ്സും, അതായത് പല ടൈപ്പ് സൊസൈറ്റികളും നമ്മൾ ഈ രണ്ട് ഹെഡിനകത്തുമാണ് പഠിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ടൈപ്പ് ഓഫ് സൊസൈറ്റി പ്രധാനമായും രണ്ട് തരത്തിൽ, പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസും പോസ്റ്റ് ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസും. അപ്പൊ പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അല്ലെങ്കിൽ വ്യാവസായികവൽക്കരണത്തിന് മുന്നേ ഉള്ള സമൂഹം, അതാണ് പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. അപ്പൊ ഇൻഡസ്ട്രിയലൈസേഷന് മുന്നേ ഉള്ള ഒരു സമൂഹമാണ് ഈ പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് അതുപോലെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ വ്യാവസായികവൽക്കരണത്തിന് ശേഷമുള്ള സമൂഹം. ഓക്കെ, അല്ലെങ്കിൽ വ്യാവസായികവൽക്കരണം അതിന് ശേഷമുള്ള സമൂഹത്തെയാണ് നമ്മൾ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്കകത്ത് ഹണ്ടിങ് ആൻഡ് ഗ്യാതറിംഗ് സൊസൈറ്റീസ് ഉണ്ട്, പാസ്റ്ററൽ സൊസൈറ്റീസ് ഉണ്ട്, ഹേർഡിംഗ് സൊസൈറ്റീസ് ഉണ്ട്, ഹേർഡിംഗ് ഓർ പാസ്റ്ററൽ സൊസൈറ്റീസ്, ഹണ്ടിംഗ് ആൻഡ് ഗ്യാതറിംഗ് സൊസൈറ്റി, ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി, അഗ്രികൾച്ചറൽ സൊസൈറ്റി, ഇതെല്ലാം പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്കകത്താണ് ഉൾപ്പെടുന്നത്.
ഓക്കെ അല്ലേ? അപ്പൊ അതിൽ ഓരോന്ന് പ്രീ ഇൻഡസ്ട്രിയൽ സമൂഹത്തിനകത്ത് ഉൾപ്പെടുന്ന അനദർ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെ സമൂഹങ്ങളാണ് പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്കകത്ത് അല്ലെങ്കിൽ പ്രീ ഇൻഡസ്ട്രിയൽ സമൂഹത്തിനകത്തുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഹണ്ടിങ് ആൻഡ് ഗ്യാതറിംഗ് സൊസൈറ്റീസ്. ഓക്കെ, അതായത് നമുക്ക് ഈ ഒരു പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും ഇവരുടെ തൊഴിൽ എന്താണെന്നും ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്താണെന്നും നമുക്ക് ആ ഒരു പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? റിലേ ഓൺ ഹണ്ടിങ് ആനിമൽ ആൻഡ് ഗ്യാതറിംഗ് എഡിബിൾ പ്ലാന്റ്സ്. ഹണ്ടിങ് ആൻഡ് ഗ്യാതറിംഗ് സൊസൈറ്റിയിൽ ആൾക്കാർ മെയിൻലി ഫോക്കസ് ചെയ്തത് മൃഗങ്ങളെ വേട്ടയാടിയൊക്കെയാണ് അവര് ജീവിച്ചിരുന്നത് അല്ലെ. ഹണ്ടിങ് ആനിമൽസ് ആൻഡ് ഗ്യാതറിംഗ് എഡിബിൾ പ്ലാന്റ്സ് എന്നതാണ്. ആൻഡ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്മോൾ കിൻഷിപ്പ് ബേസ്ഡ് ഗ്രൂപ്പ്. അപ്പൊ ഹണ്ടിങ് ആൻഡ് ഗ്യാതറിംഗ് സമൂഹം അല്ലെങ്കിൽ വേട്ടയാടി ജീവിക്കുന്ന, വേട്ടയാടി ഉപജീവനം നയിക്കുന്ന സമൂഹത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് വളരെ ചെറിയ, താരതമ്യേന ഏറ്റവും ചെറിയ ഒരു സമൂഹമാണ് ഇവര്. അതുപോലെ തന്നെ ഇവര് മെയിൻലി ഇവിടെ നിലനിൽക്കുന്നത് കിൻഷിപ്പ് അല്ലെങ്കിൽ രക്തബന്ധങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഈ ഒരു സമൂഹത്തിൽ കാണാനായിട്ട് കഴിയില്ല. മറ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെന്റോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു അക്യൂർ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അക്യൂർ ചെയ്യണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒന്നും ഇല്ലാണ്ട് വളരെ ഫാമിലിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇവരുടെ ഒരു ചെറിയ ഗ്രൂപ്പാണ്. അപ്പൊ ഈ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നതെല്ലാം ഇവിടെ ഫാമിലി മെമ്പേഴ്സ് ആണ്. അപ്പൊ ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് ഉയർന്നു വരണമെന്നോ അല്ലെങ്കിൽ മറ്റൊരാളെക്കാൾ കൂടുതലായിട്ട് എനിക്ക് സമ്പാദിക്കണമെന്നോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് സമ്പാദിക്കണമെന്നോ അങ്ങനത്തെ കോൺസെപ്റ്റുകളൊന്നും ഇവിടെ കൂടുതലും കിൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പുകളാണ്. സോ അതുകൊണ്ട് തന്നെ രക്തബന്ധങ്ങളാണ് ആ ഗ്രൂപ്പിലുള്ളത്. സോ അതുകൊണ്ട് എല്ലാവരെയും തുല്യരായിട്ട് കാണുകയും എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടുന്നതെല്ലാം തുല്യമായി പങ്കിട്ടുകൊണ്ടുള്ള ഒരു ഷെയറിംഗ് മെന്റാലിറ്റി, റെസിപ്രോസിറ്റി, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിക്കൊണ്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ഷെയറിംഗ് മെന്റാലിറ്റി ഒക്കെയാണ് മെയിൻലി ഈ ഒരു സമൂഹത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നു. ഓക്കെ, ഇറ്റ്സ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്മോൾ ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് ഗ്രൂപ്പ്സ്. എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ റൂട്ടഡ് ഇൻ ഷെയറിംഗ് ആൻഡ് റെസിപ്രോസിറ്റി വിത്ത് ലിറ്റിൽ കോൺസെപ്റ്റ് ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. അപ്പൊ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റിന് ഇവിടെ വലിയ പ്രാധാന്യമൊന്നും ഇല്ലായിരുന്നു. കാരണം ഇവിടെ ഇതൊരു കിൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്, രക്തബന്ധങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഈ ഹണ്ടിങ് ആൻഡ് ഗ്യാതറിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ എന്താണ് ഇവർക്ക് ലഭിക്കുന്നതെല്ലാം എന്ത് പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും വാങ്ങിക്കൊണ്ടും ഒക്കെ കഴിഞ്ഞിരുന്ന ഒരു ചെറിയ സമൂഹമാണ് ഹണ്ടിങ് ആൻഡ് ഗ്യാതറിംഗ് സൊസൈറ്റീസ്. ഹോർട്ടികൾച്ചറൽ സൊസൈറ്റീസ് ആണ്. ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിയും പ്രീ ഇൻഡസ്ട്രിയൽ സമൂഹത്തിനകത്ത് ഉൾപ്പെടുന്ന ഒരു സൊസൈറ്റിയാണ് ഹോർട്ടികൾച്ചറൽ സൊസൈറ്റി എന്ന് പറയുന്നത്. It's emerged with the domestication of plants about 9,000 years ago. അതായത് 9,000 വർഷങ്ങൾക്ക് മുന്നേ എന്താണ് പ്ലാന്റ്സിനെയൊക്കെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ തോട്ടകൃഷികളൊക്കെ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചെടികളൊക്കെ നട്ട് വളർത്തി അല്ലെങ്കിൽ ആ ഒരു ഉപജീവന മാർഗത്തെ ആശ്രയിച്ചുകൊണ്ട് ഡെവലപ്പായി വന്നൊരു സമൂഹമാണ് ഹോർട്ടികൾച്ചറൽ സൊസൈറ്റി എന്ന് പറയുന്നത്. ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് ഹോർട്ടികൾച്ചറൽ സൊസൈറ്റി. ക്ലിയർ അല്ലേ? ഇറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ് സ്റ്റെബിൾ സെറ്റിൽമെന്റ് വിത്ത് ലിമിറ്റഡ് സർപ്ലസസ്. അപ്പൊ ഈ ഒരു സമൂഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഹണ്ടിങ് ആൻഡ് ഗ്യാതറിംഗ് സൊസൈറ്റി വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി സ്റ്റെബിൾ ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് പാറ്റേൺ നമുക്ക് ഈ ഒരു സമൂഹത്തിനകത്ത് കാണാൻ കഴിയും. അതായത് ഫാമിലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് കൂടുതൽ കുറച്ചുകൂടി പ്രാധാന്യം. പക്ഷെ മുന്നത്തെ സമൂഹത്തിൽ ഹണ്ടിങ് ആൻഡ് ഗ്യാതറിംഗ് സമൂഹത്തില് ഫാമിലി ആയിട്ട് ഇവരൊരു സ്ഥലത്ത് സെറ്റിൽ ചെയ്യുക അത്തരം കോൺസെപ്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവരിങ്ങനെ നൊമാഡിക് പീപ്പിൾ ആയിരുന്നു അല്ലെ, അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന വിഭാഗക്കാരായിരുന്നു. ഇതിൽ ഹോർട്ടികൾച്ചറൽ സമൂഹത്തിലോട്ട് വരുന്ന സമയത്ത് ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു സ്റ്റെബിൾ ആയിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് പാറ്റേൺ ഇവർ എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് ലേബർ, അതായത് തൊഴിൽ വിഭജനം നമുക്ക് ഈ ഒരു സമൂഹത്തിൽ ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിയിൽ കാണാൻ കഴിയുമെങ്കിൽ പോലും അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫാമിലി യൂണിറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. അപ്പൊ തൊഴിൽ വിഭജനം അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഈ ഒരു സൊസൈറ്റിയിൽ എക്സിസ്റ്റഡ് ആയി വന്നു എന്നുള്ളതാണ്. അത് കുറച്ചുകൂടിയൊക്കെ അത് വിപുലമാകുന്നത് അഗ്രികൾച്ചറൽ സൊസൈറ്റിയിലൂടെ ഒക്കെ വരുന്ന സമയത്താണ്. അപ്പൊ ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഈ ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിയിൽ എമർജ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഫാമിലി എന്ന് പറയുന്ന യൂണിറ്റിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. അടുത്തൊരു പ്രീ ഇൻഡസ്ട്രിയൽ പീരീഡിലുള്ള മറ്റൊരു സൊസൈറ്റി എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ സൊസൈറ്റിയാണ്. നമുക്കറിയാം കലപ്പയുടെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് ഈ അഗ്രികൾച്ചറൽ സമൂഹം എന്ത് ചെയ്തത്, ഡെവലപ്പായി വന്നത്. എന്താണ്? കലപ്പയുടെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് അഗ്രികൾച്ചറൽ സൊസൈറ്റീസ് ഡെവലപ്പായി വന്നത്. മാർക്ക്ഡ് ബൈ ദ അഡ്വെന്റ് ഓഫ് ദ പ്ലഫ് അബൌട്ട് 5,000 years ago. 5000 വർഷങ്ങൾക്ക് മുന്നേ കലപ്പയുടെ കണ്ടുപിടുത്തമാണ് അഗ്രികൾച്ചറൽ സമൂഹത്തിന് തുടക്കം കുറിച്ചത്. ഇൻക്രീസ്
Productivity enabled the rise of complex institutions such as political and economic systems. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമുക്ക് അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ചെടികൾ അല്ലെങ്കിൽ നട്ട് വളർത്തി അതിനെ അല്ലെങ്കിൽ അതിലൂടെ എന്താണ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് അതിനെ ഒരു ഉപജീവന മാർഗമാക്കി കണ്ടുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു സമൂഹമാണ് ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി എന്ന് പറയുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി കലപ്പയുടെ ഇൻവെൻഷൻ വന്നതോടുകൂടി മണ്ണൊക്കെ ഉഴുത് അതിൽ കുറെ കൂടുതലായിട്ട് കൾട്ടിവേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഉത്പാദനം അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ഉത്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സാധനങ്ങൾ ഫുഡ് പ്രോഡക്റ്റുകളൊക്കെ ആവശ്യത്തിലും കൂടുതൽ ഉത്പാദിക്കാനൊക്കെ കഴിയും എന്നുള്ളതാണ്. അല്ലെങ്കിൽ മിച്ചം വരുന്ന പ്രോഡക്റ്റ് അവരുടെ ആവശ്യത്തിന് ശേഷം അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന ഈ ഒരു ഭക്ഷ്യവസ്തുക്കളൊക്കെ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്തുകൊണ്ട് വ്യാപാരം ചെയ്തുകൊണ്ട് അതിലൂടെയും വരുമാനമൊക്കെ കണ്ടെത്തിയിരുന്നു ഈ അഗ്രികൾച്ചറൽ സൊസൈറ്റീസിൽ. സോ അങ്ങനെ ട്രേഡിനൊക്കെ അല്ലെങ്കിൽ വ്യാപാരത്തിനൊക്കെ കൂടുതൽ പ്രാധാന്യമൊക്കെ വന്നത് ഈ അഗ്രികൾച്ചറൽ സൊസൈറ്റീസ് അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിലാണ്. ഇതിന്റെ ഈ ഒരു സമൂഹത്തിൽ കുറച്ചുകൂടി എന്താണ് ഡിവിഷൻ ഓഫ് ലേബർ, അതായത് തൊഴിൽ വിഭജനം കുറച്ചുകൂടി വിപുലമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്കണോമിക് സിസ്റ്റംസ് ഒക്കെ ഡെവലപ്പായി. കറൻസി, അതായത് മണി എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ എന്താണ് സാധനങ്ങളായിരുന്നു, ബാർട്ടർ സിസ്റ്റം ഒക്കെ ആയിരുന്നു ഡെവലപ്പായി വന്നത്. പിന്നീട് എന്താണ് ഒരു പണം ഒരു മാധ്യമവുമായിട്ടൊക്കെ പിന്നീട് എന്ത് ചെയ്തു, ഡെവലപ്പായി വരാൻ തുടങ്ങി. അതിനുശേഷം ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്, ഭൂസ്വത്ത് സ്വന്തമായിട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി എയ്ഡ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് കുറെ കൂടി പ്രാധാന്യം വന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഹണ്ടിങ് ആൻഡ് ഗ്യാതറിംഗ് സമൂഹത്തില് എന്താ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റേ ഇല്ലായിരുന്നു അല്ലെ. ഇപ്പൊ ഈ അഗ്രികൾച്ചർ സൊസൈറ്റീസിലോട് വരുന്ന സമയത്ത് നമുക്ക് ഇത്രയും ഭൂമി സ്വന്തമായിട്ടുള്ള ഒരാള് അല്ലെങ്കിൽ ഇത്ര ഭൂമിയുടെ ഉടമസ്ഥൻ എന്ന് പറയുമ്പോൾ എന്താണ് വലിയൊരാളാണ്, ജന്മിയാണ്. സോ എന്താണ് ആ ഒരു ഭൂമിയിൽ ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ്. സോ അപ്പൊ അവിടെ ജന്മി കുടിയാൻ വ്യവസ്ഥയൊക്കെ ഡെവലപ്പായി. അപ്പൊ ലാൻഡ് ഓണിങ്, അതായത് എലൈറ്റ് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സവർണ വർഗ്ഗക്കാരൊക്കെ ഡെവലപ്പായി വന്നു. അതായത് ജന്മി കുടിയാൻ വ്യവസ്ഥകളൊക്കെ ഡെവലപ്പായി. സോ ഉള്ളവനും ഇല്ലാത്തവനും എന്നുള്ള ലെവലിലേക്കൊക്കെ സമൂഹങ്ങൾ എങ്ങനെ എന്ത് ചെയ്യും, സ്ട്രാറ്റിഫൈ ചെയ്യാനൊക്കെ തുടങ്ങി എന്നുള്ളതാണ്. അപ്പൊ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് ഇവിടെ വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് നോക്കുക. അതുപോലെ തന്നെ അധികാരം, ഈ ഒരു സമൂഹത്തിൽ അധികാരം എന്ന് പറയുന്നത് എന്താണ്, അത് സമ്പത്തുള്ളവന്റെ കയ്യിലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഭൂമി അല്ലെങ്കിൽ ലാൻഡ് അല്ലെങ്കിൽ എന്താണ് സ്വത്തൊക്കെ കൈവശമുള്ള വ്യക്തിക്ക്, പ്രൈവറ്റ് പ്രോപ്പർട്ടി കൈവശമുള്ള വ്യക്തിക്കായിരുന്നു, അവന്റെ കയ്യിലായിരുന്നു പവർ അല്ലെങ്കിൽ അധികാരം എന്നുള്ളത്. ഓക്കെ, സോ അപ്പൊ ഇവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട്, അധികാരം സമ്പത്തുള്ളവന്റെ കയ്യിലായിരുന്നു. ലാൻഡ് ഓണിങ് എന്നിവർ അല്ലെങ്കിൽ എലൈറ്റ് ഗ്രൂപ്പുകളുടെ ഡെവലപ്മെന്റ് ഉണ്ടായി. അതുപോലെ പൊളിറ്റിക്കൽ എക്കണോമിക് സിസ്റ്റംസ് ഒക്കെ ഡെവലപ്പായി. അതുപോലെ തന്നെ എന്താണ് പ്രൊഡക്ടിവിറ്റി ലാർജ്ലി ഇൻക്രീസ് ആയി. എങ്ങനെയാണത് ഇൻക്രീസ് ആയത്, നമ്മൾ കലപ്പയുടെ കണ്ടുപിടുത്തത്തോട് കൂടിയിട്ടൊക്കെയാണ് ആ പ്രൊഡക്ടിവിറ്റി ഒക്കെ ഇൻക്രീസ് ആയി വന്നത് എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. ഇപ്പൊ രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ആൻഡ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ആണ്. അപ്പൊ നമ്മുടെ സൊസൈറ്റിയുടെ ടൈപ്പുകളെ പ്രധാനമായി രണ്ട് ഹെഡിൽ പറയാൻ അല്ലെങ്കിൽ രണ്ട് തരത്തിൽ പറയാന്ന് പറഞ്ഞാൽ എന്താണ്, പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയും പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയും. ഓക്കെ, ഇപ്പൊ പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ നമ്മൾ ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി, അതുപോലെ തന്നെ ഹണ്ടിങ് ആൻഡ് ഗ്യാതറിംഗ് സൊസൈറ്റി ആൻഡ് അഗ്രികൾച്ചറൽ സൊസൈറ്റി ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അല്ലെങ്കിൽ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്ക് നമുക്ക് ഇൻഡസ്ട്രിയൽ സമൂഹത്തെ കുറിച്ചും അതുപോലെ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയെ കുറിച്ചും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വ്യാവസായികവൽക്കരണമാണ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യാവസായിക വിപ്ലവമാണ് എന്തിലേക്ക് നയിച്ചത്, ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അല്ലെങ്കിൽ ഒരു വ്യാവസായിക സമൂഹത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് പറയാം. അപ്പൊ വ്യാവസായിക വിപ്ലവം എന്ന് പറയുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്താണ് മെക്കാനൈസേഷൻ അല്ലെ, അതായത് മാസ് പ്രൊഡക്ഷൻ ഉണ്ടായി. സാധനങ്ങളുടെ സേവനങ്ങളുടെയൊക്കെ മാസ് പ്രൊഡക്ഷൻ ഉണ്ടായി. എങ്ങനെയാണ്, മെഷീൻസിന്റെ അല്ലെങ്കിൽ യന്ത്രങ്ങളുടെ ഉപയോഗം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് എന്താണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഭാഗമായിട്ട് മെക്കാനൈസേഷൻ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് യന്ത്രങ്ങളുടെ ഉപയോഗം വർദ്ധിക്കുകയും അതിന്റെ ഭാഗമായിട്ട് പ്രൊഡക്ഷൻ എന്ത് ചെയ്യപ്പെട്ടു, ഹൈ ലെവലിൽ ഇൻക്രീസ് ചെയ്യപ്പെട്ടു. ഇതിന്റെ ഭാഗമായിട്ട് അർബണൈസേഷൻ, നഗരവൽക്കരണം ഒക്കെ ഡെവലപ്പായി. സോ ഇതൊക്കെ എന്താണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനുമായി ബന്ധപ്പെടുത്തി കണക്ട് ചെയ്ത് നിൽക്കുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ് ഈ ഇൻഡസ്ട്രിയൽ സമൂഹത്തിന്, വ്യാവസായിക സമൂഹത്തിന് തുടക്കം കുറിച്ചത് എന്ന് നമുക്ക് പറയാം. ഇപ്പൊ സോഷ്യൽ റിലേഷൻഷിപ്പ് ബിക്കം ഇംപേഴ്സണൽ. ഇപ്പൊ ഈ ഇൻഡസ്ട്രിയൽ സമൂഹത്തില് സാമൂഹിക ബന്ധങ്ങൾ കുറെ കൂടി ഇംപേഴ്സണൽ ആവുകയും വിത്ത് എക്കണോമിക് ആക്ടിവിറ്റി ഡൊമിനേറ്റിംഗ് സോഷ്യൽ ഇന്ററാക്ഷൻസ്, അതായത് സാമ്പത്തികപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് മെയിൻലി സാമൂഹിക ബന്ധങ്ങളെ, സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളെ എന്ത് ചെയ്തിട്ടുള്ളത്, ഡോമിനേറ്റ് ചെയ്തത്. ഏത് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏതൊരു
സമൂഹത്തിലാണ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിൽ. അപ്പൊ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിൽ അല്ലെങ്കിൽ വ്യാവസായിക സമൂഹത്തിന്റെ പ്രത്യേകത എന്താണ്? എക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ത് ചെയ്തു? സോഷ്യൽ ഇന്ററാക്ഷനേക്കാൾ ഡോമിനേറ്റ് ചെയ്തു നിന്നു. അല്ലെങ്കിൽ സാമൂഹിക ഇടപെടലുകളെക്കാളും ഡോമിനേറ്റ് ചെയ്ത് നിന്നത് എക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പെരുമാറ്റങ്ങളായിരുന്നു. ആ സാമ്പത്തികമായിട്ടുള്ള ഇടപെടലുകളാണ് സാമൂഹിക ബന്ധങ്ങളെ എന്ത് ചെയ്തിരുന്നത്? നിയന്ത്രിച്ചിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇൻഡസ്ട്രിയൽ സമൂഹം ഡെവലപ്പ് ചെയ്ത് വന്നത് എപ്പോ തൊട്ടാണ്? ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഭാഗമായിട്ടാണ്, വ്യാവസായിക വിപ്ലവത്തെ തുടർന്നിട്ടാണ്. വ്യാവസായിക വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് എന്താണ്? മെഷീൻസ് അല്ലെങ്കിൽ മെക്കാനൈസേഷൻസ് ഉണ്ടായി, അല്ലെ? മെഷീൻസിന്റെ ഉപയോഗം ഉണ്ടായി. അതിനെ തുടർന്ന് എന്തുണ്ടായി? മാസ് പ്രൊഡക്ഷൻ ഉണ്ടായി. സോ ഇത് അർബനൈസേഷനിലേക്കൊക്കെ കൊണ്ടെത്തിച്ചു. നമ്മുടെ സമൂഹം വളരെ റാപ്പിഡ് ആയിട്ടുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി, അല്ലെ? സോ അത് തന്നെയാണ് ഇൻഡസ്ട്രിയൽ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ പ്രത്യേകത. ഓക്കെ, post-industrial societies. Post-industrial societies focus on services rather than manufacturing or agriculture. അതായത് വ്യാവസായിക വിപ്ലവത്തിന് ശേഷമുള്ള കാലഘട്ടം, അതാണ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ കൂടുതൽ എന്താണ്? സേവനങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടായി, അല്ലെ? ഉൽപാദനത്തിലോ കൃഷിയിലോ ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഒരു തൃതീയമായിട്ടുള്ള ഒരു സെക്ടേഴ്സിൽ, സേവന മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സമൂഹമാണ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്, വിച്ച് മാർക്ക്ഡ് ബൈ അഡ്വാൻസ്മെന്റ് ഇൻ ടെക്നോളജി ആൻഡ് ആൻ എംഫസിസ് ഓൺ നോളജ് ആൻഡ് ഇൻഫർമേഷൻ. അപ്പൊ ഈ ഒരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സാങ്കേതിക വിദ്യയിലെ പുരോഗതിയും അറിവിലും വിവരങ്ങളിലും ഒക്കെ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ അത്തരം എന്താണ് ഇൻഫർമേഷൻ നോളജിലൊക്കെ കുറച്ചുകൂടി എംഫസൈസ് ചെയ്തിട്ടുള്ള ഒരു അഡ്വാൻസ്മെന്റ് ആണ് ഈ ഒരു സമൂഹത്തിലെ നോട്ടബിൾ ആക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ തിയറിസ്റ്റ് ഡാനിയൽ ബെൽ എന്ന് ചെയ്തിട്ടുണ്ട് ഐഡന്റിഫൈ ഫീച്ചേഴ്സ് ഓഫ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ഇൻക്ലൂഡിംഗ് ഡോമിനൻസ് ഓഫ് ഇന്റലക്ച്വൽ ടെക്നോളജീസ് ആൻഡ് ഷിഫ്റ്റ് ടുവേർഡ് സർവീസ് ബേസ്ഡ് എംപ്ലോയ്മെന്റ്. കാരണം നമ്മൾ ഈ പറഞ്ഞ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ്, നമ്മൾ പറഞ്ഞ ഈ ഫീച്ചേഴ്സിനെ ഊന്നി പറയുന്ന തരത്തിൽ ഫേമസ് തിയറിസ്റ്റ് ആയിട്ടുള്ള ഡാനിയൽ ബെൽ പറയുന്നുണ്ട്, പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? ഇന്റലക്ച്വൽ ടെക്നോളജിയുടെയൊക്കെ ഒരു ഡോമിനൻസും അതുപോലെ സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ്, സേവന മേഖലയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തൊഴിലും അതുപോലെ തന്നെ എന്താണ് ഇന്റലക്ച്വൽ ടെക്നോളജിയും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സമൂഹത്തെ എന്ത് ചെയ്യുന്നത്? കുറെ കൂടി ഡോമിനേറ്റ് ചെയ്ത് നിർത്തുന്നത് എന്നാണ് ഡാനിയൽ ബെൽ അഭിപ്രായപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇത്രയും നേരം നോക്കിയതാണ് ടൈപ്സ് ഓഫ് സൊസൈറ്റിയെ കുറിച്ചിട്ടാണ് നോക്കിയത്. ടൈപ്പ് ഓഫ് സൊസൈറ്റി നമ്മൾ പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയും പോസ്റ്റ് ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയും നമ്മൾ നോക്കി. അപ്പൊ പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്കകത്ത് നമ്മൾ ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് സൊസൈറ്റി, ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി, ഇല്ലാത്ത ഹേർഡിംഗ് അല്ലെങ്കിൽ പാസ്റ്ററൽ സൊസൈറ്റീസ് ഉൾപ്പെടുത്തി പറയാവുന്നതാണ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ അഗ്രികൾച്ചറൽ സൊസൈറ്റീസ് പറഞ്ഞു. ആൻഡ് അതിനുശേഷം എന്താണ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്കകത്ത് നമ്മൾ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയെ കുറിച്ചും പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയെ കുറിച്ചിട്ടും ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ മെയിൻലി സൊസൈറ്റി നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കിയത്, അല്ലെ? അപ്പോ നമ്മൾ എന്താണ് പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്നും പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്നും ഒക്കെ ക്ലാസിഫൈ ചെയ്ത് നമ്മൾ പഠിച്ചതാണ്. In the Indian context, societies are classified several distinct types. അതായത് നമ്മുടെ ഇന്ത്യയുടെ ഒരു പശ്ചാത്തലത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സമൂഹത്തെ പലതരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് എന്തൊക്കെയെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ ഓവറോൾ സമൂഹത്തെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്നുള്ള ഒരു ഡിവിഷൻ, ഒരു ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് ഓവറോൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സൊസൈറ്റിയെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ ട്രൈബൽ സൊസൈറ്റീസ്. അപ്പോൾ ട്രൈബൽ സൊസൈറ്റീസ് നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിലെ ഒരു പ്രത്യേക ഒരു കാറ്റഗറി ഓഫ് സൊസൈറ്റി എന്ന് നമുക്ക് പറയാം, അല്ലെ? ട്രൈബൽ സൊസൈറ്റീസ് ആർ സ്മോൾ കിൻ ബേസ്ഡ് ഗ്രൂപ്പ്സ് ലിവിംഗ് ഇൻ റിമോട്ട് ഏരിയാസ് ഓഫൺ വിത്ത് മിനിമൽ ഇന്ററാക്ഷൻ വിത്ത് മെയിൻ സ്ട്രീം സൊസൈറ്റി. അതായത് എന്താണ് വളരെ ചെറിയ ഒരു സമൂഹം, അല്ലെ? അതായത് എന്താ കിൻ ബേസ്ഡ് അല്ലെങ്കിൽ കിൻഷിപ്പ് ബേസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കിൻഷിപ്പ് റിലേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ ഒരു ഗ്രൂപ്പാണ് ട്രൈബൽ സൊസൈറ്റി എന്ന് പറയാം. ഇവർ വളരെ റിമോട്ട് ഏരിയയിൽ കഴിയുന്ന ആൾക്കാരാണ്. കൂടുതലും മെയിൻ സ്ട്രീമിൽ അല്ലെങ്കിൽ സമൂഹത്തിലെ മെയിൻ സ്ട്രീമിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഇവർക്ക് വളരെ കുറവാണ്. അതൊക്കെയാണ് ട്രൈബൽ സൊസൈറ്റിയിലുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പ്രകൃതിയെയും അതുപോലെ തന്നെ പ്രകൃതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഉപജീവന കൃഷിയൊക്കെ ആശ്രയിച്ച് അന്നേ ആ ഒരു ജോലി അല്ലെങ്കിൽ ഉപജീവന മാർഗത്തെയൊക്കെ
ആശ്രയിച്ച് കഴിയുന്ന വിഭാഗക്കാരാണ് ട്രൈബൽ സൊസൈറ്റിയിലുള്ള ആൾക്കാര്. അതുപോലെ വേട്ടയാടല്, അത്തരം ജോലികളാണ് മെയിൻലി ഇവര് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കാട്ടിൽ നിന്ന് വിറകുകൾ ശേഖരിക്കുക, അതുപോലെ തന്നെ വനത്തെ ആസ്പദമാക്കി അതിൽ നിന്ന് തേന് അല്ലെങ്കിൽ വിറകുകൾ ശേഖരിക്കുക, വനവിഭവങ്ങൾ ശേഖരിക്കുക, തേന് പോലുള്ള വനവിഭവങ്ങളൊക്കെ ശേഖരിക്കുക. അതിനെയൊക്കെ എന്ത് ചെയ്യുക, അതൊക്കെ എന്താണ് വിറ്റും സെയിൽ ചെയ്തിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ഉപജീവന മാർഗ്ഗമൊക്കെ കഴിഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പൊ മെയിൻലി ഇവരുടെ ഒരു ഉപജീവനം എന്ന് പറയുന്നത് പ്രകൃതിയെ ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സ്വകാര്യ മാലിന്യങ്ങൾ കൂടുതൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഉടമസ്ഥതയ്ക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് ഇവർ മെയിൻലി ഈ ട്രൈബൽ സൊസൈറ്റിയിലുള്ള ആൾക്കാർ മെയിൻലി ഫോളോ അപ്പ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് ട്രൈബൽ സൊസൈറ്റിയെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇപ്പൊ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സമൂഹത്തെ പലതായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിലൊന്നാണ് ട്രൈബൽ സൊസൈറ്റി. നെക്സ്റ്റ് റൂറൽ സൊസൈറ്റി. നമുക്കറിയാം റൂറൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഇതൊരു വളരെ എന്താണ് അഗ്രേറിയൻ കമ്മ്യൂണിറ്റീസ് ആണ് അല്ലെ. ഗ്രാമപ്രദേശത്തിൽ കഴിയുന്ന ആൾക്കാർ മെയിൻലി കൃഷിയെ അടിസ്ഥാനമാക്കിയിട്ട് കഴിയുന്ന ആൾക്കാരാണ് ഈ റൂറൽ സമൂഹത്തിലുള്ളവർ അല്ലെ. അപ്പൊ റൂറൽ സൊസൈറ്റിയിലെ ആൾക്കാരുടെ ഉപജീവന മാർഗം മെയിൻലി കൃഷിയൊക്കെയാണ്. And that form the backbone of Indian's economy, traditionally reliant on agriculture and allied activities. ഇപ്പൊ എന്താ പറയുന്നത്, കൃഷിയെ ആസ്പദമാക്കിയിട്ട് കഴിയുന്ന, പരമ്പരാഗതമായി കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളെയും ആശ്രയിച്ച് കഴിയുന്ന വിഭാഗക്കാരാണ് റൂറൽ സൊസൈറ്റിയിലുള്ള അല്ലെങ്കിൽ ഗ്രാമീണ സമൂഹങ്ങൾ എന്ന് പറയുന്നത്. ഉപജീവനത്തിനായി ഭൂമിയിലും പ്രകൃതി വിഭവങ്ങളിലുമുള്ള ഉയർന്ന ആശ്രയത്വം എന്ന് പറയുന്നത് റൂറൽ സൊസൈറ്റിയുടെ ഒരു സവിശേഷത തന്നെയാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥിതി, ജാതി അടിസ്ഥാനമാക്കിയിട്ടുള്ള ശ്രേണികൾ, അതൊക്കെ പലപ്പോഴും നമുക്ക്, അതുപോലെ സാമൂഹ്യ ബന്ധങ്ങളിൽ കൂടുതൽ ഒരു സോഷ്യൽ റിലേഷനിലൊക്കെ കൂടുതൽ ഒരു അടിസ്ഥാനം നമുക്ക് ഈ റൂറൽ സമൂഹത്തിൽ കാണാനായിട്ട് കഴിയും. കമ്പാരിറ്റീവ്ലി അർബൻ സൊസൈറ്റിയെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫാമിലി, അതുപോലെ രക്തബന്ധങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക ബന്ധങ്ങൾക്കൊക്കെ കൂടുതൽ പ്രാധാന്യവും മൂല്യവും ഒക്കെ കൊടുക്കുന്നത് റൂറൽ സമൂഹത്തിലുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് റൂറൽ സമൂഹത്തെ അടിസ്ഥാനമാക്കി നമുക്ക് പറയാനുള്ളത്. ശക്തമായ സോഷ്യൽ വർക്കിങ്ങും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി അടിസ്ഥാനമാക്കിയിട്ടുള്ള ജീവിത രീതികളൊക്കെ നമുക്ക് റൂറൽ സൊസൈറ്റിയിൽ കൂടുതലായിട്ട് കാണാൻ കഴിയും. മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്ന ടൈപ്പ് ഓഫ് സൊസൈറ്റി ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അർബൻ സൊസൈറ്റി ആണ്. അർബൻ സൊസൈറ്റീസ് ആർ മോഡേൺ, ഇൻഡസ്ട്രിയൽ ഓർ സർവീസ് ബേസ്ഡ് കമ്മ്യൂണിറ്റീസ് ലൊക്കേറ്റഡ് ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ്. അപ്പൊ അർബൻ സൊസൈറ്റീസ് മെയിൻലി എന്താണ്, നഗരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ആധുനിക വ്യാവസായിക അല്ലെങ്കിൽ സേവനാധിഷ്ഠിതമായിട്ടുള്ള കമ്മ്യൂണിറ്റികളാണ് അർബൻ സൊസൈറ്റീസ് അല്ലെങ്കിൽ നാഗരിക സമൂഹങ്ങൾ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. അതുപോലെ തന്നെ സമ്മിശ്ര സംസ്കാരങ്ങളും മൂല്യങ്ങളും ഒക്കെ നിറഞ്ഞിട്ടുള്ള വൈവിധ്യമാർന്ന ജനസംഖ്യ, ഇതൊക്കെ അല്ലെങ്കിൽ വൈവിധ്യമാർന്ന ജനസംഖ്യയൊക്കെ ഉൾക്കൊള്ളുന്ന സമ്മിശ്രമായിട്ടുള്ള മൂല്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണ് അർബൻ സമൂഹം എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ എന്താണ്, വ്യക്തിത്വവും അണുകുടുംബ ഘടനയും ഒക്കെ കൂടുതൽ പ്രാബല്യമായി നിൽക്കുന്നത് അർബൻ സൊസൈറ്റിയിലാണ്. ഇപ്പോൾ റൂറൽ സൊസൈറ്റിയിലാണെങ്കിൽ ജോയിന്റ് ഫാമിലി, കൂട്ടുകുടുംബ വ്യവസ്ഥിതിക്കൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം. എന്നാൽ അർബൻ സൊസൈറ്റിയുടെ ഒരു സവിശേഷത എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ ഫാമിലിയാണ് അല്ലെ. ന്യൂക്ലിയർ ഫാമിലിയാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വ്യക്തിത്വവും അണുകുടുംബ ഘടനയും കൂടുതൽ പ്രാബല്യത്തിൽ വരുന്നത് അർബൻ സൊസൈറ്റിയിലാണ്. അതുപോലെ തന്നെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യവസായങ്ങൾ, വ്യാപാരം, സാങ്കേതിക വിദ്യ, സേവനങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അർബൻ സൊസൈറ്റിയിൽ. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ കൂടുതൽ മുംബൈ, ഡൽഹി, ബാംഗ്ലൂർ ഇതുപോലുള്ള തുടങ്ങിയ നഗരങ്ങളൊക്കെ നമുക്ക് അർബൻ സൊസൈറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം. അതുപോലെ തന്നെ ഈ ഒരു അർബൻ സൊസൈറ്റീസ് നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്നത് ജനപ്പെരുപ്പ് അല്ലെങ്കിൽ ജനസംഖ്യാ വർധനവ്, അതുപോലെ തന്നെ ഹൗസ്ലെസ്നെസ് അതായത് ഭവനക്ഷാമം, പിന്നെ മലിനീകരണം, വർദ്ധിച്ചു വരുന്ന സാമൂഹ്യ സാമ്പത്തിക അസമത്വം, ഇതൊക്കെ അർബൻ സൊസൈറ്റി ഇന്ന് കൂടുതൽ നമുക്ക് അർബൻ സൊസൈറ്റീസ് ആണ് കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ അർബൻ സൊസൈറ്റികൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളായിട്ട് നമുക്ക് ഇതിനോടൊപ്പം പറയാവുന്നതാണ്. ഓക്കെ, ഇന്ത്യൻ കോണ്ടെക്സ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ടൈപ്പ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത് കാസ്റ്റ് ബേസ്ഡ് സൊസൈറ്റി ആണ്. അപ്പൊ ജാതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു ഇത്തരം സൊസൈറ്റികൾ വളരെ കോമൺ ആയിട്ട് കാണാനായിട്ട് കഴിയും. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദു സാമൂഹിക സംഘടന ചരിത്രപരമായി ഈ കാസ്റ്റ് അല്ലെങ്കിൽ ജാതിയെ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊക്കെയാണ് നിലനിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സമൂഹങ്ങൾ ഒരുപാട് നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു കാസ്റ്റ് ബേസ്ഡ് സമൂഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ റിജിഡ് ഹയറാർക്കി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് സിസ്റ്റം നിലനിൽക്കുന്നതിന്റെ ഭാഗമായി തന്നെ ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ
ഒരു എന്താണ് ഒരു സ്ട്രാറ്റിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് മെയിൻലി ഇവിടെ കാണാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ജാതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സമൂഹങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ റോളുകൾ അല്ലെങ്കിൽ ഇവർ ഉപജീവന മാർഗം മെയിൻലി ഇവർ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ജാതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തൊഴിലുകളായിരിക്കും ഇവർ ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അല്ലെങ്കിൽ ആശാരിമാര് എന്താണ് തടിപ്പണിയായിരിക്കും ചെയ്യുക. അതുപോലെ ആചാര്യമാർ അവർ സ്വർണ്ണപ്പണിയായിരിക്കും ചെയ്യുക. കൊല്ലര് എന്താണ് അവർ ശില്പങ്ങൾ ഉണ്ടാക്കുക, ആ ഒരു തൊഴിലാ ചെയ്യുക. അതൊക്കെ അവരുടെ ജാതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തൊഴിലാണ്. അത്തരം തൊഴിൽ അതായത് ജാതി അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചില ഉപജീവന മാർഗങ്ങളെ ഫോക്കസ് ചെയ്യുന്നവരാണ് കാസ്റ്റ് ബേസ്ഡ് സൊസൈറ്റിയിലെ മിക്ക ആൾക്കാർ. ഇതൊക്കെ അവരുടെ കാസ്റ്റ് ബേസ്ഡ് സമൂഹത്തിന്റെ ഒരു സവിശേഷതയായിട്ട് പറയാം. ആൻഡ് അതുപോലെ തന്നെ ജാതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിവാഹം, വിദ്യാഭ്യാസം, അതൊക്കെ നമുക്ക് ഈ ഒരു കാസ്റ്റ് ബേസ്ഡ് സമൂഹത്തിന്റെ ഒരു സവിശേഷതകളായിട്ട് തന്നെ നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഓരോ കാസ്റ്റിന്റെ പ്രത്യേക റോളുകൾ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള തൊഴിലുകളൊക്കെ ഉണ്ടാകും. ആൻഡ് അതുപോലെ തന്നെ തൊട്ടുകൂടായ്മ, അതുപോലുള്ള ചില പ്രാക്ടീസസ് ഒക്കെ ഈ കാസ്റ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ആൻഡ് ഇപ്പോൾ ഈ ഒരു അർബണൈസേഷൻ അല്ലെങ്കിൽ അർബൻ സൊസൈറ്റിയുടെ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ജാതി വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇഗ്നോർ ആയിട്ടില്ല. ഇപ്പൊ അർബണൈസേഷൻ നടന്നു അല്ലെങ്കിൽ അർബൻ സൊസൈറ്റീസ് ഒക്കെ ഡെവലപ്പായി ജാതി വ്യവസ്ഥയൊക്കെ കുറേയൊക്കെ മാറിയിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന്. എന്നിരുന്നാലും ചില സ്ഥലങ്ങളിൽ കാസ്റ്റ് ബേസ്ഡ് സമൂഹങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. നെക്സ്റ്റ്, പാസ്റ്റോറൽ സൊസൈറ്റീസ്. These societies rely on animal husbandry and livestock rearing as their primary means of subsistence. അതായത് പാസ്റ്റോറൽ സൊസൈറ്റീസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? അവര് മൃഗങ്ങളെ ഇണക്കി വളർത്തി അല്ലെങ്കിൽ മൃഗങ്ങളെ വളർത്തി അതിൽ നിന്ന് ഉപജീവന മാർഗം തേടിയിരുന്ന വിഭാഗക്കാർ സമൂഹമാണ് പാസ്റ്റോറൽ സൊസൈറ്റി എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇവിടെ കൂടുതലും എന്താണ് ആടുകൾ, ഒട്ടക, അതുപോലെ തന്നെ എന്താണ് പശു, ഇതുപോലുള്ള മൃഗങ്ങളെയൊക്കെ അവർ ഇണക്കി വളർത്തി അതിൽ നിന്നുമാണ് അവർ ഉപജീവന മാർഗം കണ്ടിരുന്നത്. ഇപ്പോ കന്നുകാലികള്, അതുപോലെ തന്നെ സാംസ്കാരിക സമ്പ്രദായങ്ങൾക്കൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കന്നുകാലികളെയും ഒക്കെ വളർത്തിയൊക്കെയാണ് ഈ ഒരു വിഭാഗക്കാര് ജീവിച്ചു പോകുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഉദാഹരണം എന്ന് പറയുമ്പോൾ ജമ്മു കാശ്മീരിലെ ഗുജറുകൾ, അതുപോലെ രാജസ്ഥാനിലെ റൈക്കാസ്, നീലഗിരിയിലെ തോഡാസ്, ഈ വിഭാഗക്കാരൊക്കെ പാസ്റ്ററൽ സൊസൈറ്റീസ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്, ഇൻഡസ്ട്രിയൽ സമൂഹം അല്ലെങ്കിൽ വ്യാവസായിക സമൂഹം നമുക്ക് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിനകത്ത് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ടൈപ്പ് ഓഫ് സൊസൈറ്റി ആണ്. ഇപ്പൊ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ആർ മോഡേൺ കമ്മ്യൂണിറ്റീസ് ഡ്രിവൺ ബൈ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. അതായത് സാങ്കേതിക വിദ്യയുടെ പുരോഗതിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വന്നിട്ടുള്ള ഒരു മോഡേൺ കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അല്ലെങ്കിൽ വ്യാവസായിക സമൂഹം എന്ന് പറയുന്നത്. ഇപ്പൊ അർബണൈസേഷൻ, അതുപോലെ തന്നെ ലാർജ് പ്രൊഡക്ഷൻ ആൻഡ് ബിക്കം ഇംപേഴ്സണൽ, ഇതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ്, പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ്. പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി നമുക്ക് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി പറയാൻ കഴിയുന്ന ഒരു ടൈപ്പ് ഓഫ് സൊസൈറ്റിയാണ്. അപ്പൊ ഇവിടെ സൊസൈറ്റീസ് വെയർ ദ എക്കോണമി ഈസ് ഡോമിനേറ്റഡ് ബൈ സർവീസസ്, നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആൻഡ് ടെക്നോളജി റാദർ ദാൻ മാനുഫാക്ചറിങ്. അതായത് സാങ്കേതിക വിദ്യയെയും അറിവിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു സമൂഹമാണ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെയും ഈ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയെ കുറിച്ചിട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അല്ലെ. അതുപോലെ തന്നെ വ്യാവസായിക സമൂഹങ്ങൾ സാമ്പത്തിക പുരോഗതി ഒക്കെയാണ് മെയിൻലി ഫോക്കസ് ചെയ്തിരുന്നത്. പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലാണെങ്കിൽ എന്താണ് മെയിൻലി അറിവുകളെയും വിവരങ്ങളുടെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി അതിനെയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഒരു ഉറവിടമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് വ്യക്തിത്വത്തിനും ആഗോള ബന്ധത്തിനും ഒക്കെ കൂടുതൽ ഊന്നൽ നൽകിയിരുന്ന ഒരു സമൂഹമാണ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സമൂഹം. ഇപ്പൊ ഇന്ത്യയിലെ ബംഗളൂരു, ഹൈദരാബാദ്, പൂനെ തുടങ്ങിയ IT ഹബ്ബുകളൊക്കെ ഉള്ള തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഈ പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയും. ഇപ്പോ വ്യാവസായികാനന്തര സമൂഹങ്ങൾ ഒരു ആഗോള സാങ്കേതിക സേവന നേതാവെന്ന നിലയിൽ ഇന്ത്യയിൽ സ്ഥാനം ഉയർത്തിയിരിക്കുന്ന ഒരു സമൂഹമാണ് പോസ്റ്റ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് എന്ന് നമുക്ക് പറയാം അല്ലെ. സോ ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് സൊസൈറ്റികളെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. നെക്സ്റ്റ്, റിലീജിയസ് സൊസൈറ്റീസ്. അതും ഇന്ത്യൻ കോണ്ടെക്സ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ടൈപ്പ് ഓഫ് സൊസൈറ്റി ആണ്. So religious societies are centered around shared religious beliefs and practices. Okay, അതായത് ഷെയർഡ് ആയിട്ടുള്ള
ബിലീഫ്സ്, അതായത് റിലീജിയസ് ബിലീഫ്സ്, മതപരമായിട്ടുള്ള വിശ്വാസങ്ങളും പ്രാക്ടീസസ്, ആചാരങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു സമൂഹമാണ് റിലീജിയസ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവരുടെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ സ്ട്രോങ് കളക്റ്റീവ് ഐഡന്റിറ്റി ബേസ്ഡ് ഓൺ റിലീജിയസ് അഫിലിയേഷൻ. അതായത് മതപരമായിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസങ്ങളൊക്കെയാണ് ഈ ഒരു റിലീജിയസ് സമൂഹത്തിന്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ റിച്വൽസ്, ഫെസ്റ്റിവൽസ് ആൻഡ് പ്ലേസസ് ഓഫ് വർഷിപ്സ് പ്ലേ ആൻ ഇന്റഗ്രൽ റോൾ ഇൻ ഡെയിലി ലൈഫ്. അപ്പോൾ റിലീജിയസ് സൊസൈറ്റിയുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് എന്താണ്, അവരുടെ ഡെയിലി ലൈഫിൽ ചില ആരാധനകള്, ചില ആചാരങ്ങള്, ചില പ്രാക്ടീസസുകൾ, ചില എന്താണ് സെലിബ്രേഷൻസ്, ചില മതപരമായിട്ടുള്ള സെലിബ്രേഷൻസ്, ഫെസ്റ്റിവൽസ്, ഇതൊക്കെയാണ് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധിസ്റ്റ്, ജെയിൻ ആൻഡ് സിഖ് കമ്മ്യൂണിറ്റീസ് ഒക്കെ ഇല്ലേ നമ്മുടെ ഇന്ത്യയിലെ, ഈ കമ്മ്യൂണിറ്റീസ് എല്ലാം ഈ റിലീജിയസ് സൊസൈറ്റികളാണ്, അല്ലെങ്കിൽ റിലീജിയസ് സൊസൈറ്റിക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന സമൂഹങ്ങളാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോ ഇതിന്റെ ഒരു ചലഞ്ചസ് എന്ന് പറയുന്നത്, ഈ ഒരു സമൂഹത്തിന്റെ ചലഞ്ചസ് മെയിൻലി ടെൻഷൻസ് ഡ്യൂ ടു റിലീജിയസ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇന്റർഫെയ്ത്ത് കോൺഫ്ലിക്ട്സ്. അതായത് മതപരമായിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ, അതുപോലെ തന്നെ മതപരമായിട്ടുള്ള തർക്കങ്ങൾക്ക് കാരണമാകുന്നത് എന്നുള്ളതാണ്. അത് ഒരു അല്ലെങ്കിൽ ഒരു റിലീജിയസ് അല്ലെങ്കിൽ ഒരു റിലീജിയനിൽപ്പെട്ട സമൂഹവും മറ്റൊരു റിലീജിയൻ ബേസ് ചെയ്തിട്ടുള്ള സമൂഹവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉടലെടുക്കുന്നതിന് ഈ റിലീജിയസ് സമൂഹങ്ങൾ അല്ലെങ്കിൽ റിലീജിയസ് സമൂഹത്തിന് ഒരു ചലഞ്ച് ആയിട്ട് നമുക്ക് ഈ ഒരു കോൺഫ്ലിക്റ്റ്, ഈ റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള മതപരമായിട്ടുള്ള ഈ കോൺഫ്ലിക്റ്റുകളെ നമുക്ക് പറയാം. അതുപോലെ മിക്സഡ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ദിസ് സൊസൈറ്റി എക്സിബിറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രഡീഷണൽ, റൂറൽ, അർബൻ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് കോഎക്സിസ്റ്റിംഗ്. ഓക്കെ, അതായത് നമുക്ക് എന്താണ് ട്രഡീഷണൽ ആയിട്ടുള്ളതും റൂറൽ, അർബൻ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സമൂഹത്തിന്റെ എല്ലാത്തിന്റെയും സവിശേഷതകൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സമൂഹമാണ് മിക്സഡ് സൊസൈറ്റി. ഇത്തരം സവിശേഷതകളുള്ള സമൂഹങ്ങൾ നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് സൊസൈറ്റി നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിന്റെ ഭാഗമാണ് മിക്സഡ് സൊസൈറ്റി എന്നുള്ളത്. അപ്പൊ നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് എന്താണ് മിക്സഡ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ട്രഡീഷണൽ, റൂറൽ, അർബൻ, ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെയൊക്കെ സവിശേഷതകളൊക്കെ കോ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സൊസൈറ്റിയാണ് എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ? ആൻഡ് അതുപോലെ തന്നെ ഇതിന്റെ സവിശേഷത എന്ന് പറയുമ്പോൾ കോ എക്സിസ്റ്റൻസ് ഓഫ് ആൻഷ്യൻ ട്രഡീഷണൽ അലോങ് സൈഡ് മോഡേൺ ഇൻഡസ്ട്രിയൽ ഓർ അർബൻ പ്രാക്ടീസസ്. അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള പ്രാക്ടീസസും അർബൻ മോഡേൺ പ്രാക്ടീസസും എല്ലാത്തിൻ്റെ ഒരു മിക്സ്ചർ നമുക്ക് ഈ ഒരു മിക്സഡ് സൊസൈറ്റിക്കകത്ത് കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ ഹാസ് ബ്ലെൻഡഡ് ട്രഡീഷണൽ ഇന്ത്യൻ ലൈഫ് സ്റ്റൈൽസ് വിത്ത് മോഡേണിറ്റി. അപ്പൊ എന്താണ്, ആഗോളവൽക്കരണത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഈ മിക്സഡ് സൊസൈറ്റിയിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ മോഡേണിറ്റിക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, ജീവിത രീതിയൊക്കെ ഈ മിക്സഡ് സമൂഹത്തിന്റെ ഒരു സവിശേഷതയായിട്ട് തന്നെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ സെമി അർബൻ ഓർ റാപ്പിഡ്ലി അർബണൈസിംഗ് ഏരിയാസ് ലൈക്ക് ഗുരുഗ്രാം ആൻഡ് കൊച്ചി, ഇതുപോലുള്ള നമ്മുടെ കേരളത്തിലെ കൊച്ചി, ഇതൊക്കെ നമുക്ക് എന്താണ് ഈ മിക്സഡ് സമൂഹത്തിന്റെ, ഈ മിക്സഡ് സൊസൈറ്റിയുടെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ആൻഡ് മറ്റൊരു ടൈപ്പ് ഓഫ് സൊസൈറ്റിയാണ് മാർജിനലൈസ്ഡ് സൊസൈറ്റി എന്നുള്ളത്. സൊസൈറ്റീസ് ഓഫ് ഗ്രൂപ്പ്സ് എക്സ്ക്ലൂഡഡ് ഫ്രം മെയിൻ സ്ട്രീം സോഷ്യൽ എക്കണോമിക് പ്രോഗ്രസ് ഡ്യൂ ടു സിസ്റ്റമിക് ഡിസഡ്വാൻറ്റേജസ്. അതായത് നമ്മൾ സാമൂഹികപരമായിട്ടും ഒക്കെ എന്ത് ചെയ്യുക, മെയിൻ സ്ട്രീമിൽ നിന്ന് സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള ഒരു മെയിൻ സ്ട്രീമുകളിൽ നിന്നൊക്കെ ഒഴിവാക്കി നിർത്തപ്പെട്ട വിഭാഗക്കാരാണ് ഈ മാർജിനലൈസ്ഡ് സമൂഹം എന്ന് പറയുന്നത് അല്ലെ. ആൻഡ് ഇവിടെ സവിശേഷത എക്കണോമിക്കലി ഡിപ്പെൻഡൻസി ആൻഡ് ലാക്ക് ഓഫ് ആക്സസ് ടു എഡ്യൂക്കേഷൻ ഓർ ഹെൽത്ത് കെയർ. ഇവർക്ക് തൊഴിലവസരമോ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ലിവിങ് കണ്ടീഷൻസ് ഒക്കെ ഇവർക്ക് വളരെ കുറവാണ്. ഇവർ മറ്റുള്ളവരെ ആശ്രയിച്ച് ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന വിഭാഗക്കാരായിരിക്കും ഈ മാർജിനലൈസ്ഡ് സമൂഹങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മാർജിനലൈസ്ഡ് സൊസൈറ്റിയിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും ഗവൺമെന്റ് പല പോളിസീസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അവരുടെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ട റിസർവേഷൻസ് ഒക്കെ കൊണ്ടുവെക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ എന്നിരുന്നാലും ഈ മാർജിനലൈസ്ഡ് സൊസൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്ത് പറഞ്ഞത്. ഇപ്പോൾ അവരുടെ അവസ്ഥ കുറെ കൂടി ഇംപ്രൂവ് ചെയ്ത് വന്നിട്ടുണ്ട്, ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ആൻഡ് അതുപോലെ ഇന്ത്യയിലെ ദളിറ്റ്സ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അതുപോലെ മൈഗ്രന്റ് ലേബേഴ്സ്, ഇതൊക്കെ ഈ മാർജിനലൈസ്ഡ് സൊസൈറ്റീസിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയുന്നതാണ്. ആൻഡ് ഇവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസും ഒക്കെ പോളിസീസ് ഒക്കെ ഇവരുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി, ഇവരുടെ ബെറ്റർമെന്റിന് വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് കൂടി ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ത്യ എന്ന് പറയുമ്പോൾ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ആണ് ഇന്ത്യയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ആ ഒരു ഡൈവേഴ്സിറ്റി അടിസ്ഥാനപ്പെടുത്തിയിട്ട് പലതരത്തിലുള്ള സമൂഹങ്ങള് എന്താണ് നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമുക്ക് കാണാനായിട്ട് കഴിയും എന്നുള്ളതാണ്. നമ്മൾ ഏകദേശം 10 ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഓക്കെ, അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് എന്തൊക്കെയാണെന്നുള്ളത് ഓർത്തിരിക്കുക.
ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി, അതായത് വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ഒരു റിലേഷൻ, അത് എങ്ങനെയാണ് പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഏതൊരു വ്യക്തിയും സമൂഹത്തിന്റെ ഭാഗമായിട്ടാണ് ജനിക്കുന്നത്. നമ്മളത് ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പറഞ്ഞു അല്ലെ. അപ്പൊ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ പിടിച്ചു നിർത്തുന്നത് എന്താണ്? വ്യക്തികളാണ് അല്ലെ. വ്യക്തികൾ അവരുടെ പരസ്പരം ഇന്ററാക്ഷൻസ്, അവരെ നിയന്ത്രിക്കുന്ന വാല്യൂസ്, നോംസ്, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ചിട്ടപ്പെടുത്തിയിട്ടുള്ള അവരാൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ചില കൾച്ചേഴ്സ്, ഇതൊക്കെയാണ് ഒരു സമൂഹത്തെ നിലനിർത്തുന്നത് അല്ലെങ്കിൽ പിടിച്ചു നിർത്തുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പൊ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ബേസിക് പില്ലേഴ്സ് ആണ്, ഒരു സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പില്ലേഴ്സ് ആണ് ഇൻഡിവിജ്വൽസ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി സിംബിയോട്ടിക്. എന്താണ്? സിംബിയോട്ടിക് റിലേഷൻഷിപ്പ് ആണ് ഇൻഡിവിജ്വലും അതുപോലെ തന്നെ സൊസൈറ്റിയും തമ്മിൽ, വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അത് ഒരു സഹജീവിപരമാണ് അല്ലെ, സിംബിയോട്ടിക് ആണ്. ആൻഡ് അതുപോലെ വൈ ഇൻഡിവിജ്വൽസ് ഫോം ദ യൂണിറ്റ്സ് ഓഫ് സൊസൈറ്റി, സൊസൈറ്റി provides the structure and system for individuals to fulfill their needs and potential. ഓക്കെ, അതുപോലെ എന്താണ് നിങ്ങൾ പറഞ്ഞ വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അത് എന്താണ്? സിംബിയോട്ടിക് അല്ലെ, സഹജീവിപരമാണ് അല്ലെ, പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ്. ഇപ്പൊ സമൂഹത്തിന്റെ ബേസ് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പില്ലേഴ്സ് എന്ന് പറയുന്നത് തന്നെ വ്യക്തികളാണ്. അപ്പൊ വ്യക്തികൾ സമൂഹത്തിന്റെ യൂണിറ്റുകളാണ്, അല്ലെങ്കിൽ വ്യക്തികൾ അവരുടെ ആവശ്യങ്ങളും സാധ്യതകളും ഒക്കെ നിറവേറ്റിയെടുക്കുന്നത് ഈ ഒരു സമൂഹത്തിലൂടെയാണ് എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ പരസ്പരം ഒരു കണക്ഷൻ ഉണ്ട്. ഇത്തരത്തിൽ സമൂഹവും അതുപോലെ തന്നെ വ്യക്തികളും തമ്മിൽ എങ്ങനെയാണ് പരസ്പരം റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അതിൽ പ്രധാനമായും 3 പോയിന്റുകൾ നമുക്ക് പറയാം. ഓക്കെ, ഇൻഡിവിജ്വലും അതുപോലെ സമൂഹവും, വ്യക്തിയും സമൂഹവും എങ്ങനെ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായി അവിടെ ആ ഒരു റിലേഷൻഷിപ്പിനെ നോട്ട് ചെയ്യുന്ന തരത്തിൽ നമുക്ക് പ്രധാനമായും 3 പോയിന്റുകൾ പറയാം. അതിൽ ഫസ്റ്റ് വൺ ഇന്റർ ഡിപ്പെൻഡൻസ് ആണ്. സമൂഹവും അതുപോലെ തന്നെ വ്യക്തികൾ പരസ്പരം എന്ത് ചെയ്തിരിക്കുന്നു? ഇന്റർ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നു, എന്താണ്? പരസ്പരം ആശ്രയിച്ചു നിൽക്കുന്നു എന്ന് നമുക്ക് പറയാം. വ്യക്തികൾ സുരക്ഷിതത്വത്തിനും അതുപോലെ അവരുടെ വ്യക്തിത്വം ഡെവലപ്പ് ആക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് അടിസ്ഥാനപരമായിട്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും എല്ലാത്തിനും സമൂഹത്തെയാണ് ആശ്രയിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. എന്നാൽ സമൂഹം അതിന്റെ മാനദണ്ഡങ്ങളും മൂല്യങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ നിലനിർത്തുന്നത് എങ്ങനെയാണ്? വ്യക്തികളിലൂടെയാണ് അല്ലേ. സോ അപ്പൊ അവിടെ എന്താണ്? പരസ്പരം ഒരു ഇന്റർ ഡിപ്പെൻഡൻസിയിലെ ഉണ്ട്. അത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ഒന്നാമത്തെ റിലേഷൻഷിപ്പ്. രണ്ടാമതായിട്ട് പറയുന്ന റോൾസ് ആൻഡ് സ്റ്റാറ്റസ് അല്ലെ. എന്താണ് റോളുകൾ, സ്റ്റാറ്റസ്? ഒരു വ്യക്തിക്ക് അവൻ ഭാഗമാകുന്ന സമൂഹത്തിൽ ഒരു പദവി അല്ലെങ്കിൽ ഒരു സ്ഥാനമുണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്താണ്? ഒരു സാമൂഹിക പ്രവർത്തനത്തിന് സംഭാവന നൽകുന്ന ചില റോളുകൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ചില പെരുമാറ്റ രീതികളൊക്കെ വ്യക്തികൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? പെർഫോം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുപോലെ തന്നെ എന്താണ് ഇവിടെ പരസ്പരം എന്താണ് ഈ റോളും സ്റ്റാറ്റസും ഒക്കെ അവനെ ഡിഫൈൻ ചെയ്യിക്കുന്നത് എന്താണ്? അവന്റെ സമൂഹമാണ് അല്ലെ. അപ്പൊ അവിടെ ഒരു സമൂഹവും ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സൊസൈറ്റിയും വ്യക്തിയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. നെക്സ്റ്റ് സോഷ്യലൈസേഷൻ, അതായത് സാമൂഹികവൽക്കരണം. സമൂഹം വ്യക്തികളെ രൂപപ്പെടുത്തുന്നത് സാമൂഹികവൽക്കരണം അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് അല്ലെ. ഇപ്പൊ എന്താണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്? ഒരു വ്യക്തി എന്ത് ചെയ്തിട്ടുണ്ട്? അവന്റെ സമൂഹത്തിന്റെ ഭാഗമായിട്ട് സമൂഹത്തിൽ അവൻ എങ്ങനെ പെരുമാറണം, അവൻ എങ്ങനെയൊക്കെയാണ് നിലനിൽക്കുക, അല്ലെങ്കിൽ സമൂഹത്തിന്റെ ഭാഗമായിക്കൊണ്ട് എങ്ങനെ നിലനിൽക്കണം, എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് സമൂഹത്തിലുള്ളത്, ഏതൊക്കെ സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം എന്നൊക്കെ ബേസിക്കലി അവന് പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ്? സാമൂഹികവൽക്കരണം എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ്. അപ്പൊ സമൂഹം വ്യക്തികളെ രൂപപ്പെടുത്തുന്നത് സാമൂഹികവൽക്കരണം, സംസ്കാരം, മാനദണ്ഡങ്ങൾ, മൂല്യങ്ങൾ എന്നിവയിലൂടെയാണ്. സോ അപ്പൊ ഈ 3 കാര്യങ്ങളും വ്യക്തിയും അതുപോലെ സമൂഹവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെടുത്തി നമുക്ക് കണക്ട് ചെയ്ത് പറയാവുന്നതാണ് ഇന്റർ ഡിപ്പെൻഡൻസിയും അതുപോലെ റോൾ ആൻഡ് സ്റ്റാറ്റസ്, സോഷ്യലൈസേഷൻ എന്നതാണ്. ക്ലിയർ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സോഷ്യോളജിക്കൽ കോൺസെപ്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ട് സൊസൈറ്റിയെ കുറിച്ചിട്ടാണ് പഠിച്ചത്. സൊസൈറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡെഫിനിഷൻസും അതിന്റെ ടൈപ്പുകളും ഒക്കെ അതിന്റെ സവിശേഷതകളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നന്നായിട്ട് പഠിക്കാം. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഓൾ.